പത്തനംതിട്ട റാന്നിയിൽ 58-കാരന് ആൾക്കൂട്ട മർദ്ദനം. വർഗീസ് മാത്യു എന്നയാൾക്കാണ് ക്രൂരമായി മർദ്ദനമേറ്റത്. മദ്യപിച്ച് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള ഇയാളുടെ മൊഴിയെടുക്കാൻ പോലീസ് എത്തിയെങ്കിലും പരാതിയില്ലെന്ന് അറിയിച്ചു. അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാണ്. അതിലേക്ക് ആദ്യം. ഫോട്ടോ എടുത്തു. ശ്രീരാജ് ബാബു വിവരങ്ങൾ വെച്ചിരുന്നു. ശ്രീരാജ്, എന്താ ശ്രീരാജ് സംഭവിച്ചത്? സേതു, അതായത് ജൂൺ 7 ഞായറാഴ്ച രാത്രിയോടെയാണ് ഇത്തരത്തിലൊരു ആൾക്കൂട്ട മർദ്ദനം റാന്നിയിൽ ഉണ്ടാകുന്നത്. റാന്നി കരിങ്കുറ്റി എന്ന സ്ഥലത്ത് വെച്ചാണ് ഇത്തരത്തിൽ ബിജു എന്ന വർഗീസ് മാത്യുവിനെ നാട്ടുകാർ ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുന്നത്. അതിൽ നാട്ടുകാർ പറയുന്നത് ഈ ബിജു എന്ന വർഗീസ് മാത്യു മുൻപും സമാനമായ തരത്തിൽ ഇത്തരത്തിൽ നഗ്നതാ പ്രദർശനം നടത്തുകയും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ മദ്യപിച്ച ശേഷം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ പരാതിയിൽ, നാട്ടുകാരുടെ പരാതിയിൽ. ഈ ബിജുവിനെതിരെ നേരത്തെ റാന്നി പോലീസ് കേസും എടുത്തിട്ടുണ്ട്. പക്ഷേ എന്ത് തന്നെ ആയാലും ഇത്തരത്തിൽ അതിക്രൂരമായ മർദ്ദനം, കെട്ടിയിട്ട ശേഷമാണ് ഇയാളെ മർദ്ദിച്ചത്. അയാളുടെ മുഖത്തെല്ലാം വലിയ രീതിയിൽ ചോര വരുന്ന ആ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. പോലീസിന് നേരത്തെ ഇത്തരത്തിൽ പരാതി ലഭിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇയാൾക്കെതിരെ നിയമ നടപടിയെടുക്കുകയും പോലീസ് നടപടികളിലേക്ക് കടക്കുകയുമായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ഇത്തരത്തിൽ ആൾക്കൂട്ട മർദ്ദനം ഉണ്ടാകേണ്ട ഒരു സാഹചര്യം അവിടെ പോലീസും ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ എന്ത് തന്നെയായാലും നാട്ടുകാർ ഇത്തരത്തിൽ ക്രൂരമായി ഒരാളെ ആൾക്കൂട്ട മർദ്ദനത്തിന് ഇരയാക്കുകയായിരുന്നു. കെട്ടിയിട്ട ശേഷമാണ് മർദ്ദനത്തിന് ഇരയാക്കിയത്. പക്ഷേ പോലീസ് ഇക്കാര്യത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിലാക്കിയ ബിജുവിനെ നേരിട്ടെത്തി പോലീസ് സ്വമേധയാ കേസെടുക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. വാട്സപ്പ് ഗ്രൂപ്പുകളിലടക്കം, നിരവധി വാട്സപ്പ് ഗ്രൂപ്പുകളിലടക്കം ഈ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. പോലീസും ഈ ദൃശ്യങ്ങൾ കണ്ടാണ് ഇതിൽ കേസെടുക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തുകയും ബിജുവിനെ സമീപിക്കുകയും ചെയ്തത്. പക്ഷേ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ മൊഴി കൊടുക്കാനോ പരാതി നൽകാനോ തയ്യാറായില്ല എന്നുള്ളത് ഒരു പ്രശ്നമായി അവിടെ നിലനിൽക്കുന്നുണ്ട്. പോലീസിന് ഏതെങ്കിലും തരത്തിൽ കടുത്ത നിയമ നടപടികളിലേക്ക് കടക്കുന്നതിൽ അതൊരു തടസ്സമുണ്ട്. എന്തായാലും ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് കണ്ടാലറിയാവുന്നവർക്കെതിരെ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. റാന്നി കരിങ്കുറ്റി എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു ജൂൺ 7 രാത്രി ഇത്തരത്തിൽ ക്രൂര മർദ്ദനമേറ്റ ബിജു സ്ഥിരമായി ഇത്തരത്തിൽ വീടുകളിലെത്തി മദ്യപിച്ച ശേഷം നഗ്നതാ പ്രദർശനവും മറ്റ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തുമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. എന്തായാലും കേസെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, ഇയാൾ പരാതി നൽകുന്നില്ല, ഇയാൾക്ക് ഏതെങ്കിലും തരത്തിൽ പരാതി ഇല്ല എന്നാണ് നിലവിൽ പോലീസിനടുത്ത് പറയുന്നത്. പക്ഷേ നേരത്തെ ഇയാൾക്കെതിരെ ഒരു കേസ് എടുത്തിട്ടുണ്ട്. ആ കേസിൽ കൃത്യമായി ഇടപെടുകയും ഇയാൾക്കെതിരെ നിയമ നടപടിയും പോലീസ് സ്വീകരിക്കേണ്ടതായിരുന്നു. ഇത്തരത്തിലൊരു ആൾക്കൂട്ട മർദ്ദനം ഉണ്ടാകുന്ന സാഹചര്യം അവിടെ ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയായിരുന്നു. സേതു, ഓക്കെ, ശരി ശ്രീരാജ്.